സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നമുക്ക് സെമിസ്റ്റർ വൈസ് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ചില ടൈമിൽ നമുക്ക് അസൈൻമെന്റ്സ് മാറി പോകാറുണ്ട്, അല്ലെങ്കിൽ അത് മിസ്റ്റേക്ക് ആവാറുണ്ട്. അപ്പം അസൈൻമെന്റ് മാറി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണത് റീ അപ്ലോഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിന്റെ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ അസൈൻമെന്റ്സ് എല്ലാവരും റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ PDF രൂപത്തിലാണ് അസൈൻമെന്റ് നിങ്ങളുടെ സൈറ്റിൽ നിങ്ങളുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം, അതായത് നിങ്ങളുടെ സ്റ്റുഡന്റ് പോർട്ടൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് നിങ്ങളുടെ ഇമെയിൽ IDയും അതുപോലെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ അസൈൻമെന്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിനകത്ത് അസൈൻമെന്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം സെമസ്റ്റർ 1, സെമസ്റ്റർ 2 എന്നുള്ള രൂപത്തിൽ ഒരു ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് സെമസ്റ്റർ 2 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വ്യൂ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്ന അസൈൻമെന്റ്സ്, നിങ്ങളിപ്പം PDF രൂപത്തിലേക്ക് മാറ്റിയുള്ള അസൈൻമെന്റ്സ് ഏതൊക്കെ സബ്ജക്റ്റ് ആണോ ആ സബ്ജക്ട് വൈസ് അനുസരിച്ച് നിങ്ങൾ അസൈൻമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സെറ്റ് 1, സെറ്റ് 2 എന്നുള്ള രൂപത്തിലായിരിക്കും അസൈൻമെന്റ് ഉണ്ടായിരിക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ക്രിമിനോളജിയുടെ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അത് അസൈൻമെന്റ് 1 എന്നാണെങ്കിൽ സെറ്റ് 1 എന്നുള്ള അസൈൻമെന്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഡിസ്ക്രിപ്റ്റീവ്, അനലിറ്റിക്കൽ എന്നുള്ള രൂപത്തിലാണ് അസൈൻമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഈ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള അസൈൻമെന്റ്സിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത അസൈൻമെന്റ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ അസൈൻമെന്റ് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് റീ അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഒരുപാട് ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് അത് മാറ്റി പുതിയ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള അസൈൻമെന്റ് റീ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അസൈൻമെന്റ്, ഏത് അസൈൻമെന്റ് ആണോ മിസ്റ്റേക്ക് തോന്നിയിട്ടുള്ളത് ആ അസൈൻമെന്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കതിൽ ഇതുപോലുള്ളൊരു സ്ക്രീൻ കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് നമുക്ക് അപ്ഡേറ്റ് അസൈൻമെന്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്ഡേറ്റ് അസൈൻമെന്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അസൈൻമെന്റ് ഏതാണോ നിങ്ങൾക്ക് അതിൽ മാറ്റി കൊടുക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് അസൈൻമെന്റ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് അസൈൻമെന്റ്. നിങ്ങൾക്ക് ഇപ്പം മാറിപ്പോയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ടെൻഷൻ ആവാത്ത രൂപത്തിൽ നിങ്ങൾക്ക് അത് മാറ്റി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങളിപ്പോൾ അസൈൻമെന്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ദിവസം തന്നെ വേണം നിങ്ങൾ റീ അപ്ലോഡ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് റീ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് ഈ സർവീസ് നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അതുപോലെ ഇനിയിപ്പോൾ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്